വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ വീട് പൂർണ്ണമായും നഷ്ടപ്പെട്ട കുടുംബം മക്കയിലുണ്ട്. ഉംറ തീർത്ഥാടനത്തിനായി മക്കയിലെത്തിയപ്പോഴാണ് നാട്ടിൽ ദുരന്തമുണ്ടായത്. വീട് വിട്ട് മക്കയിലെത്തിയതിനാൽ ജീവൻ രക്ഷപ്പെട്ടു. ഇറങ്ങിപ്പോന്ന വീടിന്റെ സ്ഥാനത്ത് വീടിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. തിരിച്ചു ചെല്ലാൻ വീടില്ലാത്തതിന്റെ ആധിയിലാണ് ഇപ്പോഴും മക്കയിൽ തുടരുന്ന ഈ കുടുംബം. കേരളം ഞെട്ടിയ മറ്റൊരു ദുരന്തമായിരുന്നു വയനാട് കള്ളാടിയിലേത്. തുരങ്കപാതക്കരികിലുണ്ടായ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായാണ് ആളുകൾ രക്ഷപ്പെട്ടത്. ദുരന്തത്തിൽ നശിച്ചുപോയത് ഒരേയൊരു വീടാണ്. അപകടത്തിൽ നിന്ന് കുടുംബം രക്ഷപ്പെട്ടത് അപകട സമയത്ത് കുടുംബം വീട്ടിലില്ലാതിരുന്നത് കൊണ്ടാണ്. പേമാരി പെയ്യുന്ന ദിനത്തിലാണ് അഷ്റഫും ഭാര്യയും മകളും ഉംറ നിർവഹിക്കാൻ പുറപ്പെട്ടത്. മക്കയിലെത്തിയ ഇവരെ തേടിയെത്തിയത് ഞെട്ടിക്കുന്ന ദുരന്തത്തിന്റെ വാർത്ത. ഞങ്ങൾ പോകുന്ന 6-ാം തീയതി 9 മണിക്ക് അവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ ഞങ്ങൾ എത്തുന്നത് 6-ാം തീയതി രാത്രി ഉച്ചക്കാണ് ഞങ്ങൾ ഇവിടെ മക്കത്തെത്തിയത്. അപ്പോൾ ഞങ്ങൾ അറിയുന്നത് ഉച്ചക്കാണ് ഞങ്ങൾ ഇവരെ അറിയുന്നത്. കാരണം അപ്പോഴേ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ടെന്ന്. ഉംറ കഴിഞ്ഞ് ഫസ്റ്റ് ഉംറ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഞങ്ങൾ ഇവരെ അറിയുന്നത്. അപ്പോൾ മോൻക്കും മോൾക്കും മരുവനൊന്നും പറ്റിയിട്ടില്ല കേട്ടപ്പോൾ തന്നെ സമാധാനമായി. വീട് തകർത്ത് പോട്ടെ, അള്ളാഹ് നമുക്ക് തന്നല്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ ഇവിടെ വന്ന് വലിയ ഭാഗ്യമായി പോയി എന്നല്ല ആലോചിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ നിന്ന് അമീറിനെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അപ്പോൾ ഞങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിച്ചതിൻ്റെ മോൾക്കും ഒന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. വീട് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. അല്ലേ കേട്ടപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട്. കാരണം നമ്മളിന്ന് വന്നിരിക്കുന്ന സ്ഥലം അങ്ങനത്തെ സ്ഥലമല്ല, മക്കയിലല്ലേ വന്നിട്ടുള്ളത്. എല്ലാം അള്ളാൻ്റെ ഒരു പക്ഷേ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, ഞങ്ങളൊക്കെ ഉറപ്പായിട്ട് മണ്ണിനടി പോയിട്ടുണ്ടാവും. മകളും മരുമകനും ചെറുമകനും തലനാരിഴക്കാണ് രക്ഷപ്പെട്ടതെന്ന് അഷ്റഫ് പറയുന്നു. വീട്ടിൽ മോളും മരുവനും മോനും ഉണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ മോള് ബാത്റൂമിലായിരുന്നു പറഞ്ഞത്. അപ്പോൾ മോള് ബാത്റൂമിലായിരുന്നു. ഈ ഒച്ച കേട്ടിട്ട് മോന് പേടിച്ച് കിച്ചണിലേക്ക് ഓടിയപ്പോഴാണ് മരുവൻ വന്നിട്ട് മോളെ ഞാൻ തട്ടി നോക്കി. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് പറയും. ഒരു തലനാരൊക്കെ മോള് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ 3 ആളും പോയിട്ടുണ്ടാവും. നാട്ടിൽ നിന്ന് നിരവധി മെസ്സേജുകൾ ഇവരെ തേടിയെത്തുന്നുണ്ട്. അയൽവാസികളിൽ അധിക പേരെയും ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. എല്ലാവരും വിളിച്ച് സമാധാനപ്പെടുത്തിയിട്ടുണ്ട്. അയൽവാസികളൊക്കെ അവിടെ എല്ലാവരും അവിടെ തന്നെ ഉള്ളതാണ്, ക്യാമ്പിലുള്ളതെന്ന് പറഞ്ഞു. അവിടെ ഒരു പള്ളി ഉണ്ടായി. ആ പള്ളി പറ്റ മണ്ണിനടി പോയി, കാണുന്ന പോലും ഇല്ല. പള്ളി ഒരു ഇതില്ല പള്ളീൻ്റെ. എൻ്റെ വീട് ഭാഗ്യമായിട്ട് ഫുള്ളായിട്ട് ഫുൾ മണ്ണാണ്. അപ്പോൾ മറ്റവനൊക്കെ കയറി പോയി നോക്കിയിട്ട് ഡോക്യുമെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടി. 7-8 ആൾ 2 കോടി കിട്ടാണ്ടെന്നും പറഞ്ഞു കേട്ടോ. മൂന്ന് പതിറ്റാണ്ട് ഗൾഫിൽ ജോലി ചെയ്ത് സമ്പാദിച്ച ഒരേയൊരു വീടാണ് നാമാവശേഷമായത്. വീട്ടിലുള്ള രേഖകൾ ഉൾപ്പെടെ എല്ലാം നഷ്ടമായി. ചാളി മണ്ണൊക്കെ വന്നു. വീട് പറ്റ ഉള്ളു പോര്. ഉള്ളി കയറി പോയി. അളിയന്മാർക്ക് ഫോട്ടോ കൂട്ടി കാണിച്ചെന്ന് 2 റൂമേ ബാക്കി എല്ലാം മണ്ണ് കയറി പോയിക്കാണ്. നമ്മൾ അത് താമസമുള്ള വീടാന്ന് അറിയത്തു. നമ്മുടെ ഡ്രസ്സ് ഒന്നും കാണുന്നില്ല, ഒക്കെ മണ്ണിട്ട് മൂടി പോയിക്കെന്ന് പറഞ്ഞു. നമ്മുടെ ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ട്, ഒക്കെ ഒന്നും കിട്ടിയിട്ടില്ല, ഒക്കെ മണ്ണിൻ്റെ അടിപൊട്ടി. മഴയ്ക്ക് മുമ്പ് തന്നെ നാട്ടുകാർ അപായം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ഇവർ പറയുന്നു. ആദ്യം തന്നെ അവിടെ മണ്ണൊക്കെ മാന്തിയിട്ട് മരങ്ങളൊക്കെ മുറിച്ച് എന്നിട്ട് കട്ട് പീസ് മുഴുവൻ എന്തെന്ന് അറിയാം മണ്ണിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും മണ്ണിട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് ഫുള്ളാക്കി സിമെൻ്റ് ആക്കിയിട്ടുള്ളത്. പക്ഷെ അന്നേ എല്ലാവരും പറഞ്ഞതാണ് ഈ കാര്യങ്ങളൊക്കെ. പക്ഷേ അവർക്ക് എന്തോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ലായിരിക്കണം. പക്ഷെ ഇപ്പം അതുകൊണ്ടിപ്പം നമ്മളാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടായത്. വിവിധ രാഷ്ട്രീയക്കാർ വന്നു പോയെങ്കിലും ആരും ഒരു ഉറപ്പും ഇതുവരെ ഇവർക്ക് നൽകിയിട്ടില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവരെന്തെങ്കിലും തീരുമാനം എടുക്കുന്നു വിചാരിക്കുന്നു. മന്ത്രിയൊക്കെ വന്നിരുന്നല്ല, സിദ്ദീഖ് മന്ത്രി വന്നിരുന്നില്ലേ, മുഖ്യമന്ത്രിയൊക്കെ വന്നിരുന്നു. സംസാരിച്ചിരുന്നു. അവരെന്ത് പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രതീക്ഷിക്കുന്നു നമ്മൾ.
ജീവിക്കാൻ. എനിക്ക് വേറെ മാർഗ്ഗമൊന്നും ഇല്ലല്ലോ. കാരണം ഞാൻ 15 കൊല്ലം ഗൾഫിൽ നിന്ന് സമ്പാദിച്ച ഉണ്ടാക്കിയ വീടുകളുടെയും കാര്യങ്ങളൊക്കെയാണ്. ഉംറ പൂർത്തിയാക്കി മക്കയിലാണിപ്പോൾ കുടുംബം. ഇനി മദീന സന്ദർശനം പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങണം. തിരിച്ചെങ്ങോട്ട് പോകണമെന്ന ആശങ്കയിലാണ് ഇവർ. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സഹായമുണ്ടാകുമെന്ന പ്രതീക്ഷ നൽകി ആശ്വസിപ്പിക്കുകയാണ് കൂടെയുള്ളവർ.